നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. മുൻ കോൺഗ്രസ് നേതാവ് കെ വി തോമസിനെ സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ക്യാബിനറ്റ് റാങ്കോടുകൂടിയാണ് നിയമനം. കഴിഞ്ഞ CPMന്റെ പാർട്ടി കോൺഗ്രസിൽ കെ വി തോമസ് പങ്കെടുക്കാൻ എത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം ഇടത് ചേരിയിലേക്ക് നീങ്ങും എന്ന വാർത്തകളൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു. ഏതായാലും കെ വി തോമസ് ഈ പുതിയ ദൗത്യം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നാണ് പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. പൊതുവേദിയിലേക്ക് സ്വാഗതം. കെ വി തോമസ് കുറച്ചു കാലങ്ങളായി വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഒരു പ്രധാന കാരണം CPMന്റെ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് കെ വി തോമസിന് ഒരു സെമിനാറിൽ പങ്കെടുക്കാനുള്ളൊരു ക്ഷണമുണ്ടായി. ശശി തരൂരിനും സമാനമായ ഒരു ക്ഷണമുണ്ടായിരുന്നു. ഒപ്പം തന്നെ INTUC നേതാവ് R ചന്ദ്രശേഖരനും സമാനമായ ഒരു ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും കോൺഗ്രസിൻ്റെ വിലക്ക് മാനിച്ച് ആ സെമിനാറുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നു. അതേസമയം കെ വി തോമസ് ആകട്ടെ താൻ ഈ സെമിനാറിൽ പങ്കെടുക്കും എന്ന നിലപാട് സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ എത്തുകയും അവിടെ മുഖ്യമന്ത്രിയെ പ്രശംസിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ അതൃപ്തിക്ക് വേദിയാക്കി. നിരവധി തവണ MLA ആയി മത്സരിക്കുകയും MP ആയി മത്സരിക്കുകയും ജയിക്കുകയും കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുകയൊക്കെ ചെയ്ത കെ വി തോമസിൻ്റെ ഈ ചുവടുമാറ്റം രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. കോൺഗ്രസ് ഇത് അവസരവാദം എന്ന നിലയിലാണ് കണ്ടത്. തിരുവനന്തപുരത്ത് നിന്ന് മുസ്തഫ ചേരുന്നു. മുസ്തഫ, എങ്ങനെ കാണുന്നു ഈ കെ വി തോമസിന്റെ പുതിയ ദൗത്യത്തെ? കെ വി തോമസിനെ പോലെയുള്ള പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവിനോട് അങ്ങേയറ്റം ക്രൂരതയാണ് കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് കേരളത്തിലെ നേതൃത്വവും സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് സുധാകരനിൽ നിന്നും രമേശ് ചെന്നിത്തലയിൽ നിന്നും BD സതീശനിൽ നിന്നും ഉണ്ടായ അദ്ദേഹത്തിന്റെ പ്രഹരം. പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തിന് ആവശ്യമായ സാധ്യതകളെല്ലാം തന്നെ നൽകിയിരുന്നില്ലേ? അല്ല, അദ്ദേഹത്തെക്കാൾ പടുകിഴവന്മാർക്ക് വടിയൂന്നി പോലും നടക്കാൻ കഴിയാത്ത ആളുകൾക്ക് പോലും കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ പരിഗണന കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് കെ വി തോമസ് CPIMന്റെ കൊടി ഉയർത്തിപ്പിടിക്കുന്നതിനപ്പുറം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് പിണറായി വിജയന്റെയും ഇടതുപക്ഷ ഗവൺമെന്റിന്റെയും വികസന താല്പര്യങ്ങളാണ്. ആ വികസന താല്പര്യങ്ങൾക്ക് പച്ചക്കൊടി കാണിക്കുമ്പോൾ അതിൽ അസ്വസ്ഥത പൂണ്ട കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസിന്റെ നിലവിലെ നേതൃത്വം ഒരേ സമയത്ത് BJP നേതൃത്വത്തെ. അങ്ങയുടെ ആശയം വളരെ വ്യക്തമാണ്. രഘുനന്ദൻ കൊല്ലത്ത് നിന്ന് ചേരുന്നു. രഘുനന്ദൻ, കെ വി തോമസിന്റെ ഈ ദൗത്യത്തെ എങ്ങനെ വിലയിരുത്താം? അദ്ദേഹത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ഒരു പാലമായി വർത്തിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കൊല്ലം തിരുമുല്ലവാരത്ത് നിന്ന് രഘുനന്ദനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു പാലമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. കാര്യം ഇപ്പോൾ കോൺഗ്രസ് ലീഡർഷിപ്പിലുള്ള ആരെക്കാളും കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം അത് മാത്രമല്ല, അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിലും അവരുടെ ഈ ചെയ്തികളൊന്നും ശരിയായി പിടിക്കാത്തത് കാരണമാണ് ഇപ്പോൾ ഈ പാളയത്തിലോട്ട് വന്നത്. ഈ ഇടതുപക്ഷത്തിന്റെ ഈ ആശയങ്ങളോട് അദ്ദേഹം യോജിച്ച് പോകാനാണ് അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വരുന്നതോടുകൂടി ഏറ്റവും നല്ല ഒരു നേതാവിനാണ് ഇപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസ് ശരിയാവാത്തതിന്റെ കാര്യം അവർ തന്നെയാണ് പറയേണ്ടത്. കോൺഗ്രസിലെ നേതൃമാറ്റങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോഴും അവർ തമ്മിലടിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. VD സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് ആ വാർത്താ സമ്മേളനത്തിലേക്ക് ഒന്ന് പോയിട്ട് മടങ്ങി വരാം. 10 രൂപ ബാങ്കിലേക്കും പോകും, 40 രൂപ അവർക്കും കിട്ടും. ഒരു കൊല്ലമായിട്ട് അവർക്ക് സർക്കാർ പണം കൊടുത്തിട്ടില്ല, പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് അവരുടെ ഈ 50 രൂപ എന്നുള്ളത് 40 രൂപയ്ക്ക് വെട്ടിച്ചുരുക്കി. അത് മുൻകാല പ്രാബല്യത്തിൽ വെട്ടിച്ചുരുക്കി. ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് 75% ബാങ്കുകളും CPM ഭരിക്കുന്ന ബാങ്കുകളാണ്. അവിടെ പ്രവർത്തിക്കുന്നത് DYFIക്കാരാണ് വീട്ടിൽ കൊണ്ടുപോയി പെൻഷൻ കൊടുക്കുന്നത്. ആ പാവപ്പെട്ട DYFIക്കാരൻ്റെ അവൻ്റെ വേതനം മുൻകാല പ്രാബല്യത്തിൽ, ഒരു കൊല്ലത്തെ മുൻകാല പ്രാബല്യത്തിൽ വെട്ടിച്ചുരുക്കി. കേട്ടിട്ടുണ്ടോ? ശമ്പളം മുൻകാല പ്രാബല്യത്തിൽ യുവജന കമ്മീഷൻ വർദ്ധിപ്പിക്കുന്നു. അതേ അവസരത്തിൽ ഈ പാവപ്പെട്ടവൻ്റെ ചെറുപ്പക്കാരൻ്റെ
പൊതുവേദി തുടരുന്നു. എറണാകുളത്ത് നിന്ന് കലാധരൻ ചേരുന്നു. കലാധരൻ, എങ്ങനെ കാണുന്നു KV തോമസ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി ഡൽഹിയിലേക്ക് പോകുന്നത്? എന്ത് ദൗത്യമായിരിക്കും അദ്ദേഹത്തിന് നൽകുക എന്നാണ് കരുതുന്നത്? ഇത് വാസ്തവത്തില് ഈ CPM-ന്റെ വെറും ചെക്കത്തരം എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. KV തോമസ് ഏറ്റണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ ആരും തരം താഴ്ത്തി പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ത് സതുദ്ദേശത്തിലും അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തിലും ഇയാൾ കോൺഗ്രസിന് നേടാവുന്ന എല്ലാം നേടിയതിനു ശേഷം ഒന്നും കിട്ടാതായപ്പോ CPM-ലേക്ക് ചാടിയിരിക്കുന്നു. CPM ആണെങ്കിൽ ഇനി മുസ്ലിം ലീഗിനും ചാക്കിട്ട് പിടിക്കാൻ നിൽക്കുകയാണ്. എന്താ കാര്യം അറിയാമോ? അടുത്ത ഇലക്ഷനും അവർ ജയിച്ച് അധികാരത്തിൽ വരണം. ഈ അധികാര കസേരയും കപ്പണമെന്നുള്ള ചിന്തയല്ലാതെ യുവമാർക്കൊക്കെ വേറെ എന്താ ഉള്ളത്? അല്ല, അദ്ദേഹം CPM-ലേക്ക് പോവുകയല്ല, മറിച്ച് കേരളത്തിനും കേന്ദ്രത്തിനുമിടയിൽ ഒരു പാലമായി വർത്തിക്കാൻ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുമായുള്ള ബന്ധം, അമിത്ഷായുമായുള്ള ബന്ധം ഒക്കെ ഇതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ പോലും മനസ്സ് വരുന്നില്ല. പക്ഷെ എന്നാലും പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അത്രേ ഉള്ളൂ. താങ്ക് യു. ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായത്തിന്. അനിൽ കാസർഗോഡ് നിന്ന് ചേരുന്നു. അനിൽ, എങ്ങനെ കാണുന്നു ഈ പുതിയ ദൗത്യത്തെ? KV തോമസിന് അദ്ദേഹത്തിന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും എന്നാണോ കരുതേണ്ടത്? ഇത് അങ്ങനെയൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മുടെ ബീഹാറിലൊക്കെ നടക്കുന്ന പോലെ, മുമ്പ് ബീഹാറിലൊക്കെ നടക്കുന്ന പോലെ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് മാത്രമേ ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം അവസരവാദ രാഷ്ട്രീയത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ ഇത്തരം സ്പോൺസേർഡ് പ്രോഗ്രാമുകൾ ഉണ്ടാക്കി വെക്കുന്നു. അതായത് ഇത്തരം സ്പോൺസേർഡ് സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ആളുകളെ അതിലിരുത്തുന്നു, ജനങ്ങളെ വെട്ടികളാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നമ്മള് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. ഏതായാലും VD സതീശൻ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് സംഘപരിവാർ ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണെന്നാണ്. അതിനുള്ള ലൈസൺ ഓഫീസറാണ് KV തോമസ് എന്ന് VD സതീശൻ വിമർശിക്കുന്നു. ഡൽഹിയിൽ ഇത്തരത്തിൽ ഒരു ലാവണം എന്തിനാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മാത്രവുമല്ല, ധനസ്ഥിതി മോശമായൊരു സമയത്താണ് ഇത്തരത്തിൽ ഒരു നിയമനത്തിന് മന്ത്രിസഭ തയ്യാറെടുക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ സമ്പത്തിനെ കൊണ്ട് എന്ത് പ്രയോജനം? സമ്പത്തിന് നേരത്തെ ഇത്തരത്തിലൊരു പ്രതിനിധിയായി ഡൽഹിയിൽ നിയമിച്ചിരുന്നു. ആ സമ്പത്തിൽ നിന്ന് എന്ത് നേട്ടം ഉണ്ടായി എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. വലിയ വിമർശനമാണ് VD സതീശൻ ഉന്നയിക്കുന്നത്. ഏതായാലും അടുത്ത ഒരു പ്രേക്ഷകനുണ്ട്, പ്രദീപ് കുമാറിലേക്ക് പോകാം. പ്രദീപ് കുമാർ, VD സതീശൻ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതേസമയം സർക്കാരിന് KV തോമസിന് ഒരു പാലമായി കേന്ദ്ര സർക്കാരുമായുള്ള ഇടപാടുകളിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നാണോ കരുതേണ്ടത്? KV തോമസിന് എന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പാലമായിട്ടോ നിൽക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം KV തോമസ് വർഷങ്ങള് ഡൽഹിയിൽ ഉണ്ടായിരുന്നയാളാണ്. ഏതായാലും ഒരു പാലമായി വർത്തിക്കാൻ തോന്നുന്നില്ല എന്നാണ് പ്രദീപ് പറയുന്നത്. സെബാസ്റ്റ്യൻ ആലുവയിൽ നിന്ന് ചേരുന്നു. സെബാസ്റ്റ്യൻ, എന്ത് തോന്നുന്നു? ഒരു പാലമായി വർത്തിക്കാൻ കഴിയില്ല എന്ന പ്രദീപ് കുമാറിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം വെച്ചാല് KV തോമസ് മാഷ് വളരെ കാലം കേന്ദ്രത്തിൽ MP ആയിട്ടും കേന്ദ്ര മന്ത്രിയായിട്ടും ആ കാലത്ത് എന്ത് അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളത് നമ്മൾ ആലോചിക്കും. ഇത് വെറും അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഒരു പാലമാണിത്. അതായത് ആരെങ്കിലും കാലുമാറി വരുന്നുണ്ടെങ്കിൽ അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് വിളിച്ചു പറയുന്ന ഒരു ഏതായാലും അവസരവാദത്തിന്റെ ഒരു രാഷ്ട്രീയമാണെന്നാണ് താങ്കൾ പറയുന്നത്. സിബി ഇപ്പോൾ ചേരുന്നു. സിബി, എന്ത് തോന്നുന്നു ഈ പുതിയ ദൗത്യത്തെ സംബന്ധിച്ച്? ഇത് കേരളത്തിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് കരുതേണ്ടത്? ഇത് അവസരവാദ രാഷ്ട്രീയമാണ്. കാരണം പറഞ്ഞാല് സമ്പത്തിനെ ഡൽഹിയിലെ ലക്ഷങ്ങൾ മുടക്കി നിയമിച്ചിട്ട് എന്ത് പ്രയോജനമാണ് കേരളത്തിനുണ്ടായേ? ഇപ്പം ഇദ്ദേഹത്തെ ഇവിടെ നിയമിച്ചുകൊണ്ട് ലക്ഷങ്ങൾ, ഇപ്പൊ KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ല, പോലീസ് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പണമില്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വില അങ്ങ് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും ലക്ഷങ്ങൾ മുടക്കി ക്യാബിനറ്റ് റാങ്കോട് കൂടി അദ്ദേഹത്തെ അവിടെ നിയമിച്ചുകൊണ്ട് കേരളത്തിന് എന്താ ഇന്ന് നേട്ടം കിട്ടുന്നത്? വെറും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കടക്കണിയിലേക്കല്ല ഈ സംസ്ഥാനം പോകുന്നത്. വളരെ നന്ദി സിബി, താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. കടക്കണിയിലേക്ക് സംസ്ഥാനം പോകുമെന്ന അഭിപ്രായം അദ്ദേഹം വയ്ക്കുന്നു. രാജ് ഇപ്പോൾ ചേരുന്നു കൊല്ലത്തുനിന്ന്. ബാബു ആണ് ചേരുന്നത് കൊല്ലത്തുനിന്ന്. ബാബു, എങ്ങനെ കാണുന്നു ഈ മന്ത്രിസഭാ യോഗത്തിന്റെ പുതിയ തീരുമാനത്തെ? എന്ത് ഗുണം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം? സാറേ, ഒരു പണിയില്ലാതെ 100 കണക്കിന് കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഈ ചെന്നിത്തലയുടെയും സുധാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും പുറകെ നടന്നു. ഒരു പ്രയോജനവും ഇല്ലാതെ
അവർക്കൊരു സ്ഥാനവും കിട്ടിയില്ല, മാനവും കിട്ടിയില്ല. മാത്രമല്ല ഒരു മെമ്പർ പോലും നല്ല ഒരു മെമ്പർ പൊസിഷൻ പോലും കിട്ടിയില്ല KPCC-യിൽ. അങ്ങനെയുള്ള സ്ഥിതിക്ക് എന്തിനാ അവിടെ വഴി നോക്കി നിൽക്കുന്നത്? ഇനി അടുത്ത ഭരണവും അവരുടെ പോവാ. കാരണം ഇപ്പൊ തന്നെ അഴി തുടങ്ങി. എനിക്ക് തോന്നുന്നു ശശി തരൂർ പുതിയ കോൺഗ്രസ് ഉണ്ടാക്കും കേരളത്തിലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇപ്പം വലിയ പുതിയ കാര്യമൊന്നുമല്ല. കാരണം കോൺഗ്രസിൽ നിന്ന് BJP പോയവർക്കെല്ലാം മന്ത്രിസ്ഥാനം കൊടുത്തില്ല. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ മന്ത്രിസ്ഥാനം, മറ്റു പൊസിഷനുകൾ, വലിയ പോസ്റ്റുകൾ കൊടുത്തു. ഒരാൾ പറഞ്ഞു കേട്ടാണ്ട് കേരളം കടക്കണ്ട്. കേരളത്തിന് 3 ഇരട്ടി കടമുണ്ട് UP-ക്കൊക്കെ, രാജസ്ഥാനൊക്കെ. അപ്പോ ഇതിപ്പം KV തോമസ് വളരെ ബുദ്ധിയായിട്ട് എടുത്ത്, അല്ലായിരുന്നു അയാള് പ്രായം ചെന്ന് അവിടെ എറണാകുളത്തോടെ വടിയും പിടിച്ച് നടന്നേന്. ഇപ്പൊ ഒരു പൊസിഷൻ കിട്ടിയില്ലേ? വളരെ നന്ദി. താങ്കളുടെ അഭിപ്രായത്തിന് KV തോമസിന് ഒരു സ്ഥാനം കിട്ടി എന്ന് വ്യക്തമാക്കുന്നു. ഏതായാലും ഹരികൃഷ്ണൻ ചേരുന്നു പെരിന്തൽമണ്ണയിൽ നിന്ന്. ഹരികൃഷ്ണൻ, KV തോമസിനെ പുതിയ ഒരു പ്രതിനിധിയാക്കി ഡൽഹിയിലേക്ക് അയക്കുമ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? എങ്ങനെ നോക്കിക്കാണണം അതിനെ? എന്താ, ഒരു പ്രതീക്ഷയില്ല. വെറുതെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ അവസാന കണ്ണി, അത്രേ ഉള്ളൂ. ഒന്നുമില്ല. സമ്പത്ത് എന്ന് പറഞ്ഞാൽ ജനപിന്തുണയുള്ള നേതാവായിരുന്നു. അദ്ദേഹത്തിന് കഴിയാത്തത് എന്ത് ചെയ്യാനാ? ഒരു പിന്തുണ ഇല്ലാത്ത തോമസ് മാഷ്, അവസരവാദം മാത്രം. വളരെ നന്ദി ഹരികൃഷ്ണൻ. ഒപ്പം തന്നെ ശ്രീജിത്ത് കൊല്ലത്തുനിന്ന് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് ശ്രീജിത്തിന്റെ അഭിപ്രായം? ഈ നീക്കം സർക്കാരിനെ എങ്ങനെ ഗുണം ചെയ്യുമെന്നാണ് ശ്രീജിത്ത് കരുതുന്നത്? ഒരു ഗുണവും ചെയ്യത്തില്ല. നമ്മുടെ പാവപ്പെട്ട ആൾക്കാരുടെ ഹലോ കേൾക്കാം, പറയൂ ശ്രീജിത്ത്, കേൾക്കുന്നു. നമുക്കൊരു ഗുണവും ചെയ്യത്തില്ല. ഇത് പാവപ്പെട്ട ജനത്തിനെ ദ്രോഹിക്കാന്നുള്ളതെന്നുള്ളു. അവർക്ക് സമ്പത്തുകൾ ഉണ്ടാക്കാൻ മാത്രം വേണ്ടി അധികാരം ഉപയോഗിക്കുന്നു. UDF മാറുന്നു, CPM കയറുന്നു. അത് രാഷ്ട്രീയം മാത്രം. വളരെ നന്ദി ശ്രീജിത്ത്. ബാലകൃഷ്ണൻ ഇപ്പോൾ ചേരുന്നു നമ്മളോടൊപ്പം. ബാലകൃഷ്ണൻ, എന്ത് തോന്നുന്നു ഈ പുതിയ നിയമനത്തെ സംബന്ധിച്ച്? എങ്ങനെയാണ് ഈ നിയമനത്തെ നാം നോക്കിക്കാണേണ്ടത്? കേൾക്കാമോ? കേൾക്കാം ബാലകൃഷ്ണൻ, പറഞ്ഞോളൂ. സത്യത്തിൽ ഇത് നമ്മളെ കേരള ജനതയുടെ മുഖത്ത് കേരളത്തിലെ സർക്കാർ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജനത്തെ കഴുതകളാക്കുവാണ്. കാരണം നമ്മുടെ സംസ്ഥാനം ഏത് സ്ഥിതിയിലാണ് ഇപ്പൊ പോകുന്നത്? കടക്കെണിയില്ല. ആ കടക്കെണിയിൽ നിന്ന് വീണ്ടും കാറും ബംഗ്ലാവും ഫാമിലിക്ക് ചികിത്സയും ഇതൊക്കെ ചെയ്യുന്ന ഒരു സൗകര്യം അല്ലാതെ ഡൽഹിയിൽ KV തോമസ് സാർ പോയിട്ട് എന്തോന്ന് ചെയ്യാണ് സാറേ? ഇതിന് മുമ്പൊരു സാറുണ്ടായിരുന്നില്ലേ, ബഹുമാനൻ ആറ്റിങ്ങൽ MP? അദ്ദേഹം എന്താ കേരളത്തിന് വേണ്ടി ചെയ്തത്? ഏതായാലും അങ്ങയുടെ അഭിപ്രായത്തിന് വളരെ നന്ദി. കാര്യമായൊരു ഗുണമുണ്ടാകില്ല എന്നാണ് അങ്ങ് കരുതുന്നത്. ഏതായാലും പയ്യന്നൂരിൽ നിന്ന് തമ്പാൻ ചേരുന്നു. ശ്രീ തമ്പാൻ, കേരളത്തിനും കേന്ദ്രത്തിനുമിടയിൽ ഒരു പാലത്തിൻ്റെ ആവശ്യമില്ലേ? നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ KV തോമസിനെ പോലെ ഒരാൾ ഡൽഹിയിലേക്ക് പോകുന്നത് ഗുണകരമാകുമോ? എങ്ങനെ കാണുന്നു തമ്പാൻ ഈ നീക്കത്തെ സർക്കാരിൻ്റെ? ഇവര് ഈ പാലം പൊളിച്ചിട്ടേ ഇയാള്. പാലം പൊളിച്ചതേ ഉള്ളൂ, പാലം ഉണ്ടാക്കിയിട്ടില്ല. ഒരു മീൻ വെക്കുന്ന സ്ത്രീ ഇതിനേക്കാണെങ്കിൽ അന്തസ്സായിട്ട് പെരുമാറും രാഷ്ട്രീയത്തിൽ. അത്രമാത്രം മോശപ്പെട്ട വ്യക്തിയാണ്. ഏതായാലും അത് ഗുണം ചെയ്യില്ല എന്നാണോ തമ്പാൻ കരുതുന്നത്? ഒരു ഗുണം ചെയ്യില്ല, ഇയാൾക്കും ചെയ്യില്ല, നാട്ടും ചെയ്യില്ല. ഏതായാലും ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന് പറയുന്നു. പക്ഷേ ഒരു പാലമായി വർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് കരുതുന്നവരുമുണ്ട്. ഏതായാലും പൊതുവേദി ഒരു ഇടവേളയിലേക്ക് കടക്കുന്നു. വീണ്ടും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അതിനുശേഷം കേൾക്കാം. KV തോമസിന്റെ ദൗത്യം ഏത് തരത്തിലായിരിക്കും എന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. പൊതുവേദിയിൽ ഒരു ഇടവേള. പൊതുവേദി വീണ്ടും തുടരുന്നു. KV തോമസിന് മന്ത്രിസഭ ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നിയമിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ഈ തീരുമാനം എങ്ങനെ ഗുണം ചെയ്യും കേരളത്തിന് എന്നാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ രാജ്കുമാർ തമിഴ്നാട്ടിൽ നിന്ന് ചേരുന്നു. രാജ്കുമാർ, കേരളത്തിന് ഒരു പ്രതിനിധി ഡൽഹിയിൽ ആവശ്യമുണ്ടോ? കേരളത്തിലേക്ക് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എത്താൻ, വികസന പദ്ധതികൾ എത്താൻ അത്തരത്തിൽ ഒരു പ്രതിനിധി എത്രത്തോളം ഫലവത്താകും? ഇപ്പൊ ഒരു പ്രതിനിധിയെ ഡൽഹിയിൽ ആവശ്യമില്ല. കാരണം ഡൽഹിയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് പിന്നെ നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം ആദ്യം എവിടെയായിരുന്നു, ഇപ്പൊ എവിടെ എത്തി നിൽക്കണു? അതേപോലുള്ള ഒരു ചുറ്റുപാടിലാണ് ഇപ്പൊ തോമസ് മാഷ് അങ്ങോട്ട് പോകുന്നത്. തിരിച്ചു വരുമ്പോ അങ്ങേര് BJP ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. ഇതാണ് നടക്കാൻ പോകുന്നത്. വളരെ നന്ദി രാജ്കുമാർ അങ്ങയുടെ അഭിപ്രായത്തിന്. ഇപ്പോൾ പ്രസന്നൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. പ്രസന്നൻ, KV തോമസിനെ പുതിയ ഒരു പ്രതിനിധിയായി അയക്കുമ്പോൾ അത് എങ്ങനെ വേണം നോക്കിക്കാണാൻ? ഇത് പാർട്ടിയിലേക്ക് എത്തുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു മാർഗം മാത്രമാണോ, അതോ കേരളത്തിന് യഥാർത്ഥത്തിൽ ഒരു പ്രതിനിധിയെ ഡൽഹിയിൽ ഇത്തരത്തിൽ ആവശ്യമുണ്ടോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ.
അതെ, എല്ലാ മാറ്റങ്ങളും നല്ലതിനാണെങ്കിൽ നല്ലത് തന്നെയാണ്. മുമ്പ് ഇതുപോലെ ചില മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ നേതാക്കന്മാരുടെ നിലപാടുകൾ ഇതായിരുന്നില്ല. നമ്മുടെ സഖാവ് ഗവിക്കമ്മയെ ആലപ്പുഴ വികസന സമിതിയുടെ ചെയർമാനാക്കിയ സമയത്തും നമുക്ക് വിമർശനം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പല നേതാക്കന്മാരും കൂടുവിട്ട് മാറുമ്പോൾ നമ്മളൊരു പ്രത്യേക പദം ഉപയോഗിച്ച് അവരെ വിമർശിക്കാറുണ്ട്. ഇപ്പൊ ഇത് തോമസ് മാഷിന്റെ നിയമനം ഗുണകരമാകുമെങ്കിൽ നല്ലത് തന്നെ, നല്ല സന്തോഷമുണ്ട്. വളരെ നന്ദി അങ്ങയുടെ അഭിപ്രായത്തിന്. തിരുവനന്തപുരത്ത് നിന്ന് വേണു നമ്മളോടൊപ്പം ചേരുന്നു. വേണു, ഈ പുതിയ ദൗത്യം തോമസ് മാഷിനെ ഏൽപ്പിക്കുകയാണ്. തോമസ് മാഷിന് എന്ത് വികസനം കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയും? അതോ ഇത് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ വേണ്ടി മാത്രം ഉള്ള ഒരു തസ്തികയായി കണക്കാക്കേണ്ടതുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ ഇത് തള്ളിക്കളയും. കാരണം എന്താണെന്ന് വെച്ചാൽ KV തോമസിന് ആ പഴയ കഴിവൊന്നും ഇപ്പം ഇല്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റൊരു വിഷയമുള്ളത്, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, MP ആയിരുന്നു, എത്രയോ വർഷം കോൺഗ്രസിന്റെ MP ആയിരുന്നു അദ്ദേഹം. അപ്പോഴൊന്നും അദ്ദേഹം ഒന്നും കേരളത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. അങ്ങനത്തെ ആള് ഇപ്പൊ വന്നിട്ട് ഇത് കൊടുത്തത് കൊണ്ട് ഈ അവസരവാദ രാഷ്ട്രീയത്തിന് കൊടുത്ത സമ്മാനമാണിത്. വളരെ നന്ദി. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ചേരുന്നു നമ്മളോടൊപ്പം. ഗോപാലകൃഷ്ണൻ, ഇതൊരു അവസരവാദ രാഷ്ട്രീയമായി കാണണോ, അതോ KV തോമസിന് കേരളത്തിന് എന്തെങ്കിലും സംഭാവനകൾ നൽകാൻ കഴിയുമെന്നാണോ കണക്കാക്കേണ്ടത്? കേരളത്തിന് ഒന്നും ചെയ്യാൻ പുള്ളിയെ കൊണ്ട് സാധിക്കുകയില്ല. പുള്ളി ഉരുളയ്ക്ക് മറിയുന്ന ആളാണ്. കേരളത്തിലേക്ക് കോൺഗ്രസിന്റെ കൂടെ നിന്ന് മന്ത്രിയായി നിന്നയാളാ. ഇപ്പൊ ഡൽഹിക്ക് പോയി കുറച്ച് കാശ് പുള്ളി ഉണ്ടാക്കുക. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ഒക്കെ അടുത്ത ബന്ധമുണ്ട്. അതൊക്കെ കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തും എന്ന വാദമാണ് KV തോമസ് മുന്നോട്ട് വയ്ക്കുന്നത്. പദവി ചോദിച്ചു വാങ്ങിയതല്ല എന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ കാണേണ്ടതുണ്ടോ അതിനെ? അടുത്തൊന്നും ഇയാൾ പോയിരിക്കാനായിട്ടൊന്നുമുള്ള അർഹത അയാൾക്കില്ല. വളരെ നന്ദി. ഇപ്പോൾ വേണു തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. വേണു, ജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. ജയകുമാർ, എങ്ങനെ കാണുന്നു KV തോമസിന്റെ പുതിയ ദൗത്യത്തെ? നമസ്കാരം. ഈ പണിയില്ലാതിരിക്കുന്ന കോൺഗ്രസ്സുകാരെ കൊണ്ടുവന്ന് പണി കൊടുക്കാനായിട്ട് ഇത് പാർട്ടിയുടെ കാശൊന്നുമല്ല. പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന ആൾക്കാരെ പിഴിയാനുള്ള കാശാണ്. ഇനി ഓരോരോ ടാക്സ് കൂട്ടി പിഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വന്നു പോയതല്ലേ. അന്ന് വിളിച്ചോണ്ട് വന്നതാണ്, മന്ത്രിയാക്കാത്തും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് വന്നതാണ്. അത് നടക്കാത്തതുകൊണ്ട് ആ വന്നതിൽ 25,000 വോട്ട് പോയി. നഷ്ടമല്ലാതെ ഇവർക്ക് ലാഭമില്ല. ഇപ്പൊ ഈ ചെയ്തേക്കുന്നത് ഇതിലും വലിയ നഷ്ടമാവും. വളരെ നന്ദി ജയകുമാർ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാക്കിയതിന്. കൊയിലാണ്ടിയിൽ നിന്ന് റഷീദ് നമ്മളോടൊപ്പം ചേരുന്നു. റഷീദ്, ഇതൊരു വെറും ഒരു പുനരധിവാസം പ്രക്രിയ മാത്രമാണോ, അതോ കേരളത്തിന് ഗുണകരമായി ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു നീക്കമായാണോ കാണേണ്ടത്? കേരളത്തിന് ഒരു ഗുണകരമായ നേട്ടം ഉണ്ടാവും എന്ന് എനിക്ക് ഒരു വിശ്വാസമില്ല. കാരണം ചില രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെയാണ്. അവർക്ക് അധികാരവും പദവിയും ഇരിക്കില്ല. അവരെ വളർത്തി വലുതാക്കി ഉന്നതങ്ങളിൽ എത്തിച്ച ആ പാർട്ടിയെ ചവിട്ടി പുറത്താക്കി പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും ഇടപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത ഒരാളാണ് KV തോമസ്. അദ്ദേഹത്തെ കുറിച്ച് ആളുകൾക്ക് ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വളരെ നന്നായിട്ട് അറിയാം. പിന്നെ കേന്ദ്രത്തിൽ ഒരു സ്ഥാനം കിട്ടുക, അതും ഒരു വല്ലാത്ത സ്ഥാനം. നമുക്കറിയാലോ, സമ്പത്ത് കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ പോയിട്ട് എന്ത് ഗുണമാണ് കേരളത്തിനുണ്ടായത്? ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊട്ടിഘോഷിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു കേരയിൽ എന്നൊരു പദ്ധതിക്ക് വേണ്ടി ഈ സമ്പത്ത് എന്താണ് ചെയ്തത്? അത്തരം ഒരു സ്ഥാനത്തേക്കാണ് KV തോമസ് ഇരിക്കാൻ പോകുന്നത്. വളരെ നന്ദി റഷീദ്. താങ്കൾ കരുതുന്നത് ഇത് കാര്യമായി ഗുണം ചെയ്യില്ല എന്നതാണ്. ഏതായാലും എറണാകുളത്ത് നിന്ന് ഇപ്പോൾ ദീപക് നമ്മളോടൊപ്പം ചേരുന്നു. ദീപക്, വലിയ തോതിലുള്ള വികസന ആവശ്യങ്ങൾ സംസ്ഥാനത്തിനുണ്ട്. അപ്പോൾ ഒരു പ്രതിനിധി ഇങ്ങനെ ഡൽഹിയിൽ ഉണ്ടാകേണ്ടതില്ലേ? അതോ ഇത് ആളുകളെ പാർട്ടിയിലേക്ക് വരുമ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു രീതി മാത്രമാണോ KV തോമസിന് നൽകിയിട്ടുള്ള നിയമനം? ടി വി നോക്കാതെ ദീപക് ഫോണിലേക്ക് വന്നാൽ നമുക്ക് അങ്ങയുടെ അഭിപ്രായം കേൾക്കാമായിരുന്നു. എന്ത് തോന്നുന്നു ഈ KV തോമസിന്റെ പുതിയ പദവിയെ സംബന്ധിച്ച്?
അത് കൂടുതലും പഴയ കാര്യങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കാത്ത കാര്യങ്ങൾ ഇപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഒരു പദവി കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ നല്ല രീതിയിൽ കാണുകയും നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിക്ക് എത്താൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നതിന്റെ പേരിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷേ അതിന് വേറെ ഒരു ന്യായീകരണങ്ങളുടെ ആവശ്യങ്ങളില്ല. നല്ല രീതിക്ക് ആൾക്ക് നല്ലൊരു രീതിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. വളരെ നന്ദി ദീപക്, താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. ഏതായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. കെ.വി. തോമസിന് ഒരു പാലമായി വർത്തിക്കാൻ കഴിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇടയിൽ എന്ന് കരുതുന്നവരുണ്ട്. അതേസമയം ഇതൊരു പുനരധിവാസ പ്രക്രിയ മാത്രമാണ് എന്ന് വിമർശിക്കുന്നവരും ഉണ്ട്. ഏതായാലും കെ.വി. തോമസ് കോൺഗ്രസ് വിടുന്നതോടുകൂടി വഴിയാധാരമാകില്ല എന്നൊരു പ്രഖ്യാപനം നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ കൂട്ടിവായിക്കേണ്ടതുണ്ട്. ഏതായാലും കെ.വി. തോമസിനെ ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. ഇത് ഏത് തരത്തിലുള്ള ഗുണമാണ് ഉണ്ടാക്കുക എന്നത് അല്പ ദിവസങ്ങൾക്കകം വ്യക്തമാകുകയും ചെയ്യും. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി.